ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് എന്ന ചാപ്റ്ററിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോൾ ഓഫ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. ഇതിൻ്റെ എല്ലാം FDIയുടെയും അതല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും മൾട്ടിനാഷണൽ കോർപ്പറേഷന് ഇന്ത്യൻ എക്കോണമിയിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ അതിൻ്റെ റോൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്താണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതും അതുപോലെ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറിൻ ഇൻവെസ്റ്റർ നമ്മുടെ രാജ്യത്തെ കമ്പനിയിലോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അസറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ രണ്ടെണ്ണമുണ്ട്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാം റോളും അഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾക്കറിയാം ഫോറിൻ capital is playing an important role in the economic development of underdeveloped countries and developing countries like India in the following years. നമ്മൾക്കറിയാം വികസിത രാജ്യം അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ അതേപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിലും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുമെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും എല്ലാം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ MNCസും ഫോറിൻ ക്യാപിറ്റലും എല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഡെവലപ്പിംഗ് കൺട്രീസ് സഫർ ഫ്രം ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ. ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ ക്യാപിറ്റലിൻ്റെ ഷോർട്ടേജ് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. നമ്മൾക്ക് റിസോഴ്സസ് ഉണ്ട്, പക്ഷേ ക്യാപിറ്റലിൻ്റെ കുറവാണ്, നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കുറവ്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ റിസോഴ്സസിനെ നമ്മൾക്ക് കാര്യമായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. Foreign investment supplements domestic investment. As a result, total investment increase. Foreign investment വരുന്നതോട് കൂടിയിട്ട് ടോട്ടൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻക്രീസ് ഉണ്ടായിരിക്കും. ദാറ്റ് ലീഡ് ടു ഹയർ ഗ്രോസ് ഓഫ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അത് നമ്മുടെ GDPയുടെ വളർച്ചയ്ക്ക് കാരണമാകും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ്. Underdeveloped and developing countries need advanced technology for high-tech industries such as telecommunication, power, steel, petrochemicals, etc. Foreign capital or FDI from developed countries bring with such advanced technology. FDI അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിന്? നമ്മുടെ ഹൈ ടെക്നോളജി ആവശ്യമുള്ള അല്ലെങ്കിൽ ഹൈടെക് ഇൻഡസ്ട്രീസിൽ ടെലികമ്മ്യൂണിക്കേഷൻ പോലെ പവർ, സ്റ്റീൽ, പെട്രോകെമിക്കൽസ് പോലെ ഇവിടെയെല്ലാം നമ്മൾക്ക് നൂതനമായിട്ടുള്ള ടെക്നോളജി അത്യാവശ്യമാണ്. നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ്റെ അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയിലും അതേപോലെ തന്നെ പവർ, സ്റ്റീൽ, പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിലെല്ലാം ഹൈടെക് ടെക്നോളജീസ് അത്യാവശ്യം. അപ്പോൾ FDIയിലൂടെ നമ്മൾക്ക് അത് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. എവിടെ നിന്ന്? ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് നമ്മൾ അഡ്വാൻസ്ഡ് ടെക്നോളജി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് FDI നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു എക്കണോമിക് പ്രോബ്ലമാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ FDIയിലൂടെ നമ്മൾക്ക്
എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, തൊഴിലില്ലായ്മയെ കുറയ്ക്കാനായിട്ടും തൊഴിൽ കൂടുതൽ കൊടുക്കാനായിട്ടും നമ്മൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസിൻ്റെ എക്സ്പ്ലോയിറ്റേഷനും FDI കാരണമാണ്. അത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. മെനി അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ പോസസ് ഹ്യൂജ് മിനറൽ റിസോഴ്സസ്. അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് ഹ്യൂജ് മിനറൽ റിസോഴ്സസ് നമുക്ക് എന്തായിട്ട് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ബട്ട് ദീസ് ഹാവ് നോട്ട് ബീൻ ഫുള്ളി എക്സ്പ്ലോയിറ്റഡ്. ഇത് കാര്യക്ഷമമായിട്ട് അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല. അവിടേക്ക് ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ അവർ കടന്നു വന്ന് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ ഒരു റോൾ വഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഡെവലപ്മെൻറ്റ് ഓഫ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ. Underdeveloped or developing countries require huge capital investment for the development of basic infrastructure. നമ്മൾ FDI പറഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള രാഷ്ട്രങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം FDI നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഇമ്പോർട്ടൻസ് ഇൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ എക്സ്പോർട്സ്. നെക്സ്റ്റ് ഈസ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻസ്. കച്ചവടം എക്സ്പോർട്ട് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലുമെല്ലാം നമ്മുടെ രാജ്യം ഇൻക്രീസ് ഇൻ എക്സ്പോർട്സ് ആൻഡ് റിഡക്ഷൻ ഇൻ ഇമ്പോർട്ടിൽ റിഡക്ഷൻ കൊണ്ടുവരാനൊക്കെ എന്ത് ചെയ്യും, FDI സഹായകരമാകും. FDI നല്ലൊരു വലിയ റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് ഈസ് റവന്യൂ ടു ദ ഗവൺമെൻറ്. Government of underdeveloped countries or developing countries taxes profits of foreign firms operating in the countries. Thus, foreign capital or brings revenue to the government. ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും FDI സഹായകരമാവും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ബെനിഫിറ്റ് ടു കൺസ്യൂമേഴ്സ് ആൻഡ് ട്രെയിനിങ് ടു പേഴ്സണൽ. കൺസ്യൂമേഴ്സിന് ക്വാളിറ്റി കൂടിയിട്ടുള്ള പ്രോഡക്ട്സ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ പുതിയ പ്രോഡക്ട്സും പുതിയ ടേസ്റ്റിയിലും നമ്മുടെ ഇഷ്ടപ്പെടുന്ന കളറിലുമെല്ലാം ലഭിക്കാനുള്ള ഒരു കാരണമായിട്ട് എന്ത് ചെയ്യും, കൺസ്യൂമേഴ്സിന് ഈ FDI മാറും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് കൊണ്ടുവരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഹോം കൺട്രിയിലെ കമ്പനീസുമായിട്ട് കോമ്പറ്റീഷൻ വർദ്ധിക്കുന്നതോട് കൂടിയിട്ട് പ്രൈസ് കുറയാനുള്ള ഒരു കാരണം FDI യിലൂടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രൈസ് കുറയുന്നതിലൂടെ കൺസ്യൂമേഴ്സിന് അവരുടെ ബൈയിങ് ഹാബിറ്റ്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അവരുടെ മിനിമം ഇൻകം ലെവലിൽ തന്നെ അവർക്ക് കൂടുതൽ പ്രോഡക്റ്റ്സ് കിട്ടാനായിട്ടും സഹായകരമാകും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ട്രെയിനിങ് ടു പേഴ്സണൽ. Foreign capital includes training the personnel, both the technical and managerial, at the home plant in the foreign countries. Personally, managerial decisions എടുക്കുന്നതിന് വേണ്ടിയിട്ടും ടെക്നിക്കൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാം നമ്മൾക്ക് പേഴ്സണലി ട്രെയിൻ ചെയ്ത് ഫോറിൻ കൊളാബറേറ്റിംഗ് കൺട്രീസ് ആൻഡ് ക്വാളിഫൈഡ് കോമ്പിറ്റൻറ്റ് ടെക്നിക്കൽ ഓർ മാനേജീരിയൽ പേഴ്സൺസ്. അവിടെ നമ്മളെ രാജ്യത്തിൻ്റെ അവർ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഏത് കമ്പനിയിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബെറ്റർ മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്, ടെക്നിക്കൽ അസിസ്റ്റൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പുറമേ നിന്ന് ഹോം കൺട്രിയിൽ നിന്ന് ട്രെയിനിങ് ലഭിച്ചവർ നമ്മുടെ രാജ്യത്തേക്ക് വരും എന്നുള്ളത്. ഇതെല്ലാമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ ഓർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. Next is MNCs are part of Indian economy since the British period, either as a wholly owned subsidiary or joint venture. MNCs എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിയിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന അന്ന് മുതലേ ഇന്ത്യൻ എക്കോണമിയിലുണ്ട് എന്നുള്ളത്. അവർ ഫുള്ളി ഓൺഡ് ആയിട്ടുള്ളതുണ്ട്, സബ്സിഡിയറി ജോയിൻറ്റ് വെഞ്ചറായിട്ട് തുടങ്ങിയതൊക്കെയുണ്ട്. They played a critical role in the development of automobile industries.
MNCs നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് FDI in India. Measures taken by the government of India to attract FDI. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ രാജ്യം എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. India is the 5th largest economy in the world. It has the 3rd largest GDP in Asia. In addition, India has a large pool of skilled and educated workers. ഇന്ത്യ എന്ന് പറയുന്നത് എക്കണോമിക്കലി വേൾഡിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഇറ്റ് ഹാസ് ദ GDP ലെവലിൽ ഏഷ്യയിൽ 3ാം സ്ഥാനം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ്റെ പേരിൽ. അതോടൊപ്പം തന്നെ നമ്മൾക്ക് പറയാൻ പറ്റും ഒരുപാട് സ്കിൽഡ് വർക്കേഴ്സുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ ബ്ലെസ്ഡ് വിത്ത് ദ ഗുഡ് എമൗണ്ട് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസുമായിട്ട് സമ്പന്നമായിട്ടുള്ളൊരു രാഷ്ട്രമാണ്. ദ മിഡിൽ ഇൻകം ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ഈസ് ലാർജ് ആൻഡ് ഗ്രോയിങ് ലേബർ ഈസ് അബണ്ടൻറ്റ്. ഇതാണ് ഇന്ത്യയെക്കുറിച്ച്. അപ്പോൾ നമ്മൾക്ക് ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസിനെയും അതേപോലെ തന്നെ എല്ലാം സ്കിൽഡായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെയും ഇന്ത്യയുടെ എക്കണോമിക്കലി ഇന്ത്യയുടെ വളർച്ച ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ടാണ് നമ്മൾ FDI നമ്മൾക്ക് എത്രത്തോളം ലഭ്യം. അപ്പോൾ FDI ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് എന്തൊക്കെ തരത്തിലുള്ള മെഷേഴ്സാണ് എടുത്തിട്ടുള്ളത് എന്നാണ്. FDIക്കെതിരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുത്തിട്ടുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഹവർ ഫോറിൻ ഇൻവെസ്റ്റർ ഡിഡ് നോട്ട് ഷീൻ കീൻ ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റ് ഇൻ ദ അണ്ടിൽ 1991. അവിടെ നമ്മൾക്ക് ഓരോന്നായിട്ട് പഠിക്കാൻ പറ്റും എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അലോയിങ് ദ MNCs ടു യൂസ് ദെയർ ട്രേഡ് മാർക്ക് ഇൻ ഇന്ത്യ വിത്ത് ദ എഫക്റ്റ് ഫ്രം 14 May 1992. MNCsന് അവരുടെ ട്രേഡ് മാർക്ക് ഇന്ത്യയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്ന് മുതൽ 1992 മുതൽ. ഓക്കെ, നെക്സ്റ്റ് ഇസ് അലോയിങ് 100% ഓഫ് FDI ഈസ് പെർമിറ്റഡ് ഇൻ ബിസിനസ് ടു ബിസിനസ്. ബിസിനസ് ടു ബിസിനസ് സെയിൽസിന് വേണ്ടിയിട്ട് 100% നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കാനുള്ള ധാരണയുണ്ട്. പവർ പ്ലാന്റ്സ് അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കൊമേഴ്സ്, പവർ സെക്ടർ ആൻഡ് ഓയിൽ റിഫൈനിങ് ഇവിടെ എല്ലാം നമുക്ക് ബിസിനസ് ടു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾക്ക് സാധ്യമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് അലോയിങ് ഫോറിൻ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ അപ് ടു 41% ഇൻ ഇൻ്റർനാഷണൽ ട്രേഡിംഗ് companies, hotel industry and tourist industry. ഇൻ്റർനാഷണൽ ട്രേഡിംഗ് കമ്പനികളിലും അതുപോലെ തന്നെ ഹോട്ടൽ ആൻഡ് ടൂറിസ്റ്റ് ഇൻഡസ്ട്രിയിലുമെല്ലാം 51% FDI സാധ്യമാണ് എന്നുള്ളതാണ്. The holding non-banking financial companies can hold foreign equity up to non-banking financial ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫോറിൻ ഇക്വിറ്റി എന്ന് പറയുന്നത് 100% വരെ ആവാം എന്നുള്ളതാണ്. നെക്സ്റ്റ്, അലോയിങ് 100% ഫോറിൻ ഇക്വിറ്റി ഫോർ സെറ്റിംഗ് അപ്പ് പവർ പ്ലാന്റ്സ് വിത്ത് ഫ്രീ റിപ്പാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പവർ പ്ലാന്റ്സിലും 100% FDI സാധ്യമാണ്. ഫോറിൻ institutional investors are given to permission to invest Indian capital market. Foreign institutional ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുമതി നൽകി. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് ഹാസ് ബീൻ സെറ്റപ്പ് ടു ഫെസിലിറ്റേറ്റ് ഓർ പ്രൊമോട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ
പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിന് വേണ്ട ഫങ്ഷൻസ് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് തന്നെ ഇന്ത്യ ഗവൺമെൻറ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.